ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരംഗരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 10. സൃഷ്ടിഭേദങ്ങൾ. വൈകുണ്ഠവർദ്ധിതബലോദഭവൽപ്രസാദാദംബോജയോനിർസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാനവിദേവഭേദാൻ. വൈകുണ്ഠവാസിയായ ഭഗവാനെ, അങ്ങയുടെ പ്രസാദം മൂലം പ്രഭാവം സിദ്ധിച്ച ബ്രഹ്മാവ് ഭൂമിയിൽ മുളയെടുക്കുന്ന സ്ഥാവര വസ്തുക്കളെയും പക്ഷിമൃഗങ്ങളെയും മാനവവർഗത്തെയും ദേവഗണങ്ങളെയും ഉൾക്കൊള്ളുന്ന ആത്മാക്കളുടെ ശരീരങ്ങൾ സൃഷ്ടിച്ചു. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിരാജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ധാമതാമസപദാർത്ഥവിധാനദൂനസ്തേനേ തുദീയചരണസ്മരണം വിശുദ്ധി. ഇവയെല്ലാം സൃഷ്ടിച്ചതിനു ശേഷം അദ്ദേഹം മിഥ്യാബോധം, അഹങ്കാരം, രാഗക്രോധഭയങ്ങൾ എന്നിങ്ങനെ 5 വിധത്തിലുള്ള അജ്ഞാനങ്ങളെ സൃഷ്ടിക്കുകയും ആ താമസവസ്തുക്കളുടെ ക്രൂരശക്തി കണ്ട് ദുഃഖാകുലനാകയാൽ വിശുദ്ധി വീണ്ടെടുക്കാൻ അങ്ങയുടെ പാദപൂജ ചെയ്യുകയും ചെയ്തു. താവൽ സസർജ മനസാ സനകം സനന്ദം ഭൂയ സനാതന മുനിം ച സനൽകുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാസ്ത്വൽപാദഭക്തിരസികാ ജഹുർനവാണീം. ഈ വിധത്തിൽ പരിശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് അദ്ദേഹം സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ മഹർഷിമാരെ സൃഷ്ടി ചെയ്തു. അങ്ങയുടെ പാദഭക്തിയുടെ രസം മനസ്സിലാക്കിയ അവർ സൃഷ്ടികർമ്മത്തിലേർപ്പെടാൻ ബ്രഹ്മാവ് പ്രേരിപ്പിച്ചതിനെ അനുസരിച്ചില്ല. താവൽ പ്രകോപമുദിതം പ്രതിരുദ്ധദോസ്യ ഭ്രൂമദ്യതോ ജനിമൃഢോ ഭവദേകദേശ നാമാനി മേ ഗുരുപദാനി ചഹാവിരിഞ്ചേത്യാദൗ രുരോധ കില തേന സരുദ്രനാമാ. സ്വപുത്രന്മാർ തന്നെ ധിക്കരിച്ചതു കൊണ്ടുണ്ടായ കോപം മനസ്സിലൊതുക്കാൻ പണിപ്പെട്ട് ബ്രഹ്മാവിൻ്റെ പുരികമധ്യത്തിൽ നിന്ന് അങ്ങയുടെ തന്നെ അംശമായ ശിവൻ ജനിച്ചു. ശിവൻ ആദ്യമായി, ഹേ ബ്രഹ്മാവേ, എനിക്ക് പേരും പദവിയും പ്രദാനം ചെയ്യുക എന്ന രോദനം ചെയ്യുകയാൽ രുദ്രൻ എന്ന പേരുള്ളവനായി. ഏകാദശാഹ്വയദയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്തിദത്ത ച പദാനി ഭവൽ പ്രണുന്ന പ്രാഹ പ്രജാവിരിജനായ ച സാദരം തം. ബ്രഹ്മാവ് അങ്ങയുടെ പ്രേരണ മൂലം ശിവനെ 11 പേരുകളും
11 വിഭിന്ന രൂപങ്ങളും ഉള്ളവനു ആക്കുകയും ഓരോരുത്തർക്കും പത്നിമാരെയും സ്ഥാനങ്ങളെയും പ്രദാനം ചെയ്യുകയും ചെയ്ത് ബഹുമാനപൂർവം പ്രജാസൃഷ്ടി നടത്താൻ അപേക്ഷിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് അങ്ങയുടെ പ്രേരണ മൂലം ശിവന് 11 പേരുകളും 11 വിഭിന്ന രൂപങ്ങളും ഉള്ളവനാക്കുകയും ഓരോരുത്തർക്കും പത്നിമാരെയും സ്ഥാനങ്ങളെയും പ്രദാനം ചെയ്യുകയും ചെയ്ത് ബഹുമാനപൂർവം പ്രജാസൃഷ്ടി നടത്താൻ അപേക്ഷിക്കുകയും ചെയ്തു. മഞ്ഞു, മനു, കാലൻ, മഹാകാലൻ, മഹാൻ, ശിവൻ, ഭവൻ, വാമദേവൻ, ഉരു, രേതസ്, ധൃതവ്രതൻ, ഋതുധ്വജൻ എന്നിവയാണ് രുദ്രന്റെ 11 നാമങ്ങൾ. ഉമ, അംബിക, സുധ, ദിക്ഷ, ജഡ, ധി, ഇരാവതി, അശന, വൃത്തി, നിയത്ത്, സർപ്പിസ് എന്നിവർ പത്നിമാരും. ഭൂമി, ജലം, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, തേജസ്, ഋത്ത്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, തപസ് എന്നിവ സ്ഥാനങ്ങളുമാണ്. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഗസംഭൂര്യമാണ ഭുവനത്രയഭീതചേതാ മാമാ പ്രജാസൃജതപശ്ചരമംഗളായേത്യാചഷ്ടതം കമലഭൂർഭവതീരിതാത്മാ. ഭയങ്കരാകൃതികളോടുകൂടിയ രുദ്രസൃഷ്ടികൾ 3 ലോകങ്ങളിലും നിറഞ്ഞു പോകുമെന്ന് ഭയന്ന് ബ്രഹ്മാവ് അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ശിവനോട് ഇനി പ്രജകളെ സൃഷ്ടിക്കരുത്, വിശ്വമംഗളത്തിനു വേണ്ടി തപസ്സു ചെയ്താൽ മതി എന്നു പറഞ്ഞു. തസ്യാദസർഗരസികസ്യ മരീചിരത്രീസ്തത്രാംഗിരാ കൃതുമുനി പുലഃ പുലസ്ത്യാ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. സൃഷ്ടിതൽപരനായ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് പിന്നീട് 10 പുത്രന്മാർ ജനിച്ചു. മരീചി, അത്രി, അംഗിരസ്, കൃതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ എന്നിവരും അങ്ങയുടെ പാദഭക്തനായ നാരദ ഭഗവാനുമാണ് ആ പുത്രന്മാർ. ധർമാദികാനഭൃസിജന്നധകർധമം ച വാണീം വിധായ വിധിരംഗജസങ്കുലോഭൂൽ ത്വൽബോധിതൈസ്സനഗദക്ഷമുഖൈസ്തനൂജൈരുദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ. പിന്നീട് ധർമ്മദേവൻ, കർദ്ധമരാജാവ് എന്നിവരെ സൃഷ്ടിച്ചു. കമലാസനൻ സരസ്വതീ ഭഗവതിയെ സൃഷ്ടിക്കുകയും മദനവിവശനായി തീരുകയും ചെയ്തു. അങ്ങ് ജ്ഞാനം നൽകിയ സനകൻ, ദക്ഷൻ എന്നീ പുത്രന്മാരുടെ ഉത്ബോധനം നിമിത്തം അദ്ദേഹം തമസ്സിൽ നിന്ന് മോചിതനായി ദുഷിച്ച വികാരത്തിൽ നിന്ന് വിരമിച്ചു. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യാ കുർവൻ നിജാനന ഗണാചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിമപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോഭൂത്. വേദങ്ങൾ, പുരാണസമൂഹങ്ങൾ, മറ്റു വിദ്യകൾ എന്നിവയെല്ലാം സ്വന്തം മുഖത്തുനിന്ന് സൃഷ്ടിച്ച ആ ചതുർമുഖൻ തൻ്റെ ഉത്തമരായ പുത്രന്മാരിൽ ആ വിദ്യകളെ സ്ഥാപിച്ചു. അനന്തരം പ്രജാക്ഷേമം പൂർണ്ണമായും പ്രാപിക്കാൻ കഴിയാത്ത ബ്രഹ്മാവ് അങ്ങയുടെ പാദപത്മത്തെ തന്നെ ആശ്രയം പ്രാപിച്ചു. ജാനന്നുപായമദദേഹമജോ വിഭജ്യ ശ്രീപുംസഭാവമഭജന്മനു തദ്വദൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ. ഹേ വിശ്വനാഥ, അങ്ങയുടെ കാരുണ്യ നിമിത്തം തോന്നിയ ഉപായത്തിൻ്റെ ഫലമായി ബ്രഹ്മാവ് സ്വശരീരത്തെ സ്വയംഭൂമനുവിൻ്റെയും
പത്നിയായ ശതരൂപയുടെയും രൂപത്തിൽ സ്ത്രീ പുരുഷഭാവത്തിൽ വിഭജിച്ചു. അവർ മുഖേനെ മനുഷ്യവർഗസംഖ്യ വർദ്ധിപ്പിക്കുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പനായ ഗോവിന്ദ, എൻ്റെ രോഗങ്ങളെ തടയണേ. ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവി നാമസങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ.